ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? എനിക്കും സുഖമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പം കുറേ പേര് എന്നത്തെയും ന്യൂസിൽ കാണുന്ന ഒരു എന്താ പറയുക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ടോപ്പിക്കാണ് കേട്ടോ. സ്റ്റഡി അബ്രോഡൊന്നുമല്ല. നമ്മളുടെ ബെറ്റിംഗ് ആപ്പ് അതുപോലെ ഗാംബ്ലിംഗ് ആപ്പ് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബെറ്റിംഗ് ആപ്പ് ഗാംബ്ലിംഗ് ആപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. എത്ര പറഞ്ഞാലും കുറേ ഇൻഫ്ലുവൻസേഴ്സും കുറേ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഇതിൽ പോയി ചാടരുത് എന്ന്. പക്ഷെ എന്നാൽ പോലും കുറേ പേര് നമുക്ക് ഇനീഷ്യലി ചിലപ്പം നമ്മളൊരു 500 ഇടുമ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ ആയി 1000 2000 കിട്ടുമെങ്കിൽ അത് കണ്ടിട്ട് ഇവർ എഗെയിൻ ആൻഡ് എഗെയിൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഒരിക്കലും അത് ചെയ്യരുത്. ഇപ്പം അറിയാലോ, കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ചാനലെല്ലാം തന്നെ, ഇൻസ്റ്റാഗ്രാം ചാനലെല്ലാം തന്നെ ബാൻ ചെയ്തു ഗവൺമെൻറ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ഇവർ ഓൾറെഡി മുൻപേ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓരോ വ്ളോഗേഴ്സും വന്ന് അവരുടെ ചാനൽ പൂട്ടി ഇവരുടെ ചാനൽ പൂട്ടി എന്ന് പറയുമ്പോൾ അത് അവരുടെ സന്തോഷം കൊണ്ട് പറയുന്നല്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് കരുതിയിട്ടാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. ഇപ്പം എസ്പെഷ്യലി ഇപ്പം 3 പേരാണ് എനിക്ക് അറിയുന്നത്. വയനാടൻ വ്ളോഗേഴ്സ്, മല്ലു ഫാമിലി, അതുപോലെ തന്നെ റസ്മിന എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഞാൻ കണ്ടേക്കുന്നത്, എനിക്ക് എന്തുകൊണ്ടെന്ന് അറിയില്ല, ഞാൻ മല്ലു ഫാമിലിനെ ഫോളോ ഒന്നും ചെയ്യുന്നില്ല, എന്നാലും എനിക്ക് റെക്കമെൻഡേഷൻസ് വരുന്നത് അവരുടെ വീഡിയോസാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കുറച്ച് ബിയോണ്ട് ദ ലെവലാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലു ഫാമിലിയിലെ സുജിൻ ആൾ വന്നിട്ട് ആൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം ഇത്രയും സക്സസ്ഫുള്ളായി റൺ ചെയ്യാനും ഇത്രയും റൺ ചെയ്യാനും അതിൽ നിന്ന് ഒരു ലിവിങ് സ്റ്റിലിനെ മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇത്രയും സബ്സ്ക്രൈബേഴ്സാണ്. അവരുടെ ഒത്തിരി പേരുടെ സപ്പോർട്ട് കൊണ്ടാണ്. ബട്ട് നൗ ആളതൊക്കെ മറന്നിട്ടാണ് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ വന്നിട്ട് തെറി വിളിക്കുക, അതുപോലെ മോശം വേർഡ്സ് നമ്മളെ വിളിക്കുക. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ആർക്കും ആരെയും തെറി വിളിക്കാനോ അബ്യൂസ് ചെയ്യാനോ ഒന്നുള്ള റൈറ്റ്സ് ആരും കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും ഒരാൾ ഒരു റൈറ്റ്സും കൊടുക്കുന്നില്ല. അപ്പം അത് മാത്രം ചിന്തിക്കുക എന്ത് പറയുമ്പോഴും. പിന്നെ നമുക്ക് എല്ലാമായി ഇനി എന്തും ചെയ്യാം, അതൊരിക്കലും നല്ലൊരു ഇതല്ല, ടെൻഡൻസി അല്ല, അതൊരിക്കലും നല്ലൊരു കാര്യമായിട്ട് ഞാൻ പേഴ്സണലി പറയുന്നില്ല. പിന്നെ ഇപ്പം കമൻറ്റ് ചെയ്യുന്നവരുടെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോസൊക്കെ സുജിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആളോട് പേഴ്സണലി എനിക്കൊരു വൈരാഗ്യ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഇപ്പം ഏത് വ്ളോഗേഴ്സ് ആണെങ്കിലും അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ വ്യൂവേഴ്സാണ്. അവരില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പം അത് ചിന്തിക്കുക. പിന്നെ ഇത് എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് കിട്ടുന്നതായിരിക്കും, പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒത്തിരി പേരുടെ ഫാമിലിയാണ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനിയും ഒരുപാട് പേര് പെട്ടിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് ഇനിയെങ്കിലും സൂക്ഷിച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈസി വേയിൽ പൈസ ഉണ്ടാക്കാൻ ഒരിക്കലും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യമില്ലെന്ന് എല്ലാവരും ചിന്തിക്കുക. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.